സുരക്ഷിതമല്ലാത്തതും അശാസ്ത്രീയവുമായ സീബ്ര ലൈനുകൾ അപകടക്കെണി ഒരുക്കുന്നു. റോഡിനു കുറുകെ വെളുത്ത വരകൾ വരയ്ക്കുന്നതിനപ്പുറം ഒരു സുരക്ഷാ സംവിധാനവും ഉറപ്പുവരുത്തുന്നില്ല. മിക്ക സീബ്ര ലൈനുകളും യു-ടേൺ സൗകര്യത്തിനായി വാഹനങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ കാൽനടയാത്രക്കാർ നിസ്സഹായ അവസ്ഥയിലാണ്. റോഡ് മുഴുവൻ സീബ്ര ലൈനുകളുണ്ട്. പക്ഷേ കാൽനടയാത്രക്കാർക്ക് അപകടക്കെണി ഒരുക്കുകയാണ് മിക്ക സീബ്ര ലൈനുകളും. തലങ്ങും വിലങ്ങും ഓടുന്ന വാഹനങ്ങൾ കാൽനടയാത്രക്കാരെ പരിഗണിക്കാതെ ഓടുന്നത് നിത്യകാഴ്ചകൾ. ഒടുവിലത്തെ ഇരയാണ് ചെറുവണ്ണൂരിൽ ബസ്സിന് മുന്നിൽ അകപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിനി. ഹൈസ്കൂളിലെ കുട്ടികൾ റോഡ് മുറിച്ച് കടക്കുന്ന സീബ്ര ലൈനിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇതിനുശേഷവും സീബ്ര ലൈനിൽ സുരക്ഷയൊരുക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല. ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് എത്ര സമയം ഉണ്ടാവും? അവിടെ നിർത്തിയിട്ട് അവിടുന്ന് വരുന്ന വാഹനം നോക്കില്ല, ഇവിടുന്ന് വരുന്ന വാഹനത്തേക്ക് ഓടുമ്പോൾ തട്ടിപ്പോകും. ബുദ്ധിമുട്ടാണ്. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ സീബ്ര വരെ നോക്കി പോവുകയാണെങ്കിലും അവർ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്ന എൻ്റെ കാലിൻ്റെ മുട്ട് പോക്കിയിരുന്നു നാൾ. അപ്പം എത്ര ഇതിമക്കൂടി പോവുകയാണെങ്കിലും ഞങ്ങൾ പേടിച്ചും കൊണ്ടാണ് പോണത്. സുരക്ഷിതമല്ല, പക്ഷേ ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ് സീബ്ര ലൈൻ എന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ ആൾക്കാർ നടക്കുമ്പോൾ വണ്ടി അപ്പുറം സ്റ്റോപ്പ് ആയിക്കൊള്ളണം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവർ വണ്ടി നിർത്തലില്ല സീബ്ര ലൈനിൽ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ കോടതിക്ക് മുന്നിലുള്ള സീബ്ര ലൈനിലെ കാഴ്ചയാണിത്. കാൽനടയാത്രക്കാരെ തടസ്സപ്പെടുത്തി വാഹനങ്ങൾ യു-ടേൺ എടുക്കുമ്പോഴും പോലീസ് നോക്കുകുത്തിയാണ്. മിക്ക ബസ് സ്റ്റോപ്പുകൾക്ക് സമീപമുള്ള കാൽനടപാതകളും സ്ഥാപിച്ചത് അശാസ്ത്രീയമായി. സീബ്ര ലൈനുകളിലും തൊട്ടടുത്തും ബസ്സുകൾ നിർത്തുകയും ആളുകൾ മുറിച്ചു കടക്കുകയും ചെയ്യുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കഴിയാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഫോണുകൾ ഉപയോഗിച്ചും അശ്രദ്ധമായും സീബ്ര ലൈനുകൾ കടക്കുന്നതും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെന്നതും മറുവശമാണ്. അപകടമില്ലാതെ റോഡ് മുറിച്ചു കടക്കാമെന്നുള്ള ഉറപ്പാണ് ഈ സീബ്ര ലൈനുകൾ നൽകുന്നത്. പക്ഷേ ഇതിലൂടെയുള്ള യാത്ര തികച്ചും അപകടകരമായി മാറുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് ബാലുശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.